പ്രശസ്തമായി നമുക്കിടയിലുള്ള ഒരു കാര്യമാണെന്ത്, ഫറോവയായിട്ടുള്ള മൂസാ നബിയുടെ കാലത്തെ ഫിർഔന്റെ ശവശരീരം അത് ഇന്നും പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് റാംസസ് രണ്ടാമനാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഈ ശവശരീരം ഒരിക്കലും കിട്ടിയത് ചെങ്കടലിൽ നിന്നല്ല. നമ്മളിന്ന് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അത് നിങ്ങൾ വിക്കിപീഡിയയിൽ പോയി അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരിക്കലും ചെങ്കടലിൽ നിന്ന് കിട്ടിയ ഒരു ശവശരീരമല്ല. നേരെ മറിച്ച് ടോം DB 320 എന്ന് പറയുന്ന ഒരു ശവക്കല്ലറയിൽ നിന്ന് ഒരുപാട് മമ്മികളുടെ കൂടെ 50ഓളം മമ്മികളുടെ കൂടെ കണ്ടെടുക്കപ്പെട്ട ശവശരീരങ്ങളിലൊന്നാണ് ഇന്ന് റാംസസ് സെക്കൻഡിൻ്റെത്. അതേപോലെ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സേത്തി ഫസ്റ്റ്, അയാളുടെ ബോഡിയും ഇതേപോലെ പ്രിസർവ് ചെയ്യപ്പെട്ട് മമ്മിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ മകനായിരുന്ന മെർനപ്തയുടെ ബോഡിയും ഇതേപോലെ കൈറോ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബോഡി മമ്മിഫൈഡ് ആണ്, അല്ലാതെ പ്രിസർവ് ചെയ്യപ്പെട്ടതല്ല. ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനത്തിൽ ഫൽയൗമ നുനജ്ജിക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? ആ ആയത്തിന്റെ അർത്ഥം, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷമുള്ളവർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്. അല്ലാതെ ലോകാവസാനം വരെ ഫിർഔന്റെ ശരീരം എവിടെയും സൂക്ഷിച്ചു വെക്കുന്നു ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഫിർഔന്റെ ബോഡി ആവാം, അല്ലാതിരിക്കാം. അത് വേറെ ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തേണ്ട വിഷയമാണ്. നേരെ മറിച്ച് ദൈവ നിഷേധികളായിട്ടുള്ള ആളുകൾ നിങ്ങളോട് ചോദിക്കുകയാണെന്ത്, ഇയാളുടെ മകന്റെ ബോഡിയും ഇയാളുടെ പിതാവിന്റെ ബോഡിയും ഇതേപോലെ വിവിധ മ്യൂസിയങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഇത് വെച്ച് ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന നാം എന്ത് മറുപടി പറയും? അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ പഠനങ്ങളില്ലാതെ ആയത്തുകളെ നമ്മൾ കൂട്ടിമാട്ടാൻ പാടില്ല. പിന്നെ അപ്പോൾ അത് എന്താണ് ആയത്തിന്റെ അർത്ഥം? മുഫസ്സിറുകൾ വിശദീകരിച്ചത്, ഫിർഔൻ മുങ്ങിപ്പോയപ്പോൾ ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല, ഞാൻ ലോകത്തിന്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഫിർഔൻ മുങ്ങിപ്പോയപ്പോൾ ഫിർഔൻ അവിടെ കടലിന്റെ അടിയിൽ ചെന്ന് എന്തോ കൊട്ടാരം ഉണ്ടാക്കി അവിടെ ഇങ്ങനെ പാർക്കുമോ എന്ന് പലപ്പോഴും ദുർബല വിശ്വാസികളായ ബനൂ ഇസ്രായേലിയർക്ക് തോന്നിയപ്പോ ഫിർഔനിന്റെ ശവശരീരത്തെ അള്ളാഹു കടലിൽ നിന്ന് കരയിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതല്ലാതെ അത് ലോകാവസാനം മുഴുവൻ ഉള്ള ആളുകൾക്കല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് ശേഷം വന്ന ആ ബനൂ ഇസ്രായേലിയർക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ടാണ് എന്നാണ് ഖുർആൻ